ജനാധിപത്യമുള്ള ഇറാനാണ് വേണ്ടത്. ട്രംപിന് പിന്തുണ നൽകുകയാണ് പഹൽവി. ഇറാൻ ഇസ്ലാമിക റിപ്പബ്ലിക് അല്ല എന്നും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ സംരക്ഷിക്കാൻ ഇറാനിൽ ഇപ്പോൾ നിലവിലുള്ള ഭരണകൂടം പൊളിക്കണമെന്നും ഇറാന്റെ നാട് കടത്തപ്പെട്ട കിരീടാവകാശി റസ പഹൽവി പറയുന്നു. ഇപ്പോൾ അമേരിക്കയിൽ ഇദ്ദേഹം ഒരു പ്രവാസിയായിട്ട് കഴിഞ്ഞു വരികയാണ്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ ആക്രമിക്കുന്നത് താങ്കൾ തുടരണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടും ഇദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാലും അമേരിക്കയും ഇസ്രായേലും ഇറാനിലെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നത് ഒഴിവാക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു അഭ്യർത്ഥന. കാരണം അത് രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിന് ആവശ്യമായി വരും. മൈക്രോ ബ്ലോഗിംഗ് വെബ്സൈറ്റ് എക്സിലെ ഒരു പോസ്റ്റിൽ യുഎസിന്റെയും ഇസ്രായേലിന്റെയും പിന്തുണയ്ക്കും ഇറാൻ ദേശസ്നേഹികളുടെ ത്യാഗത്തിനും നന്ദി, ഇറാന്റെ സ്വാതന്ത്ര്യത്തിന്റെ സമയം അടുത്തിരിക്കുന്നുവെന്നും പഹൽവി പ്രസ്താവിച്ചു. ഇറാൻ ഇസ്ലാമിക റിപ്പബ്ലിക് അല്ല. ഇറാന്റെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഇറാനിയൻ ജനതയ്ക്കും സ്വതന്ത്ര ഇറാന്റെ ഭാവിക്കും അവകാശപ്പെട്ടതാണ്. ആ ഭാവി യാഥാർത്ഥ്യമാകാതിരിക്കാൻ ഉപയോഗിക്കുന്ന അടിച്ചമർത്തലിന്റെയും ഭീകരതയുടെയും യന്ത്രങ്ങളാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ. ഇറാൻ സംരക്ഷിക്കപ്പെടണം, ഭരണകൂടം തകർക്കപ്പെടണം. 1979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവ കാലത്ത് യുഎസിൽ വ്യോമസേന പരിശീലനത്തിന് വിധേയനായ വ്യക്തിയാണ് പഹൽവി. ഇറാനിയൻ ഭരണകൂടത്തെ അദ്ദേഹം പതിവായി വിമർശിച്ചിരുന്നു. അധികാരത്തിൽ മാറ്റം വരുത്തണമെന്ന് എപ്പോഴും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം യുഎസ് ആക്രമണങ്ങളെ ആവർത്തിച്ച് പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഭരണമാറ്റത്തിന് ശേഷം രാജ്യത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയെക്കുറിച്ചും അദ്ദേഹം സൂചന നൽകിയിരുന്നു. കഴിഞ്ഞ മാസം നിരവധി യുഎസ് നഗരങ്ങളിലും ജർമ്മനിയിലെ മ്യൂണിക്കിലും ചില രാജവാഴ്ചാനുകൂല റാലികൾ സംഘടിപ്പിച്ചതിനെ തുടർന്ന് അദ്ദേഹം ഒന്നുകൂടി ഇപ്പോൾ ഉഷാറിലാണ് എന്നാണ് വിവരങ്ങൾ. സംഘർഷത്തിലേക്ക് വരുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. അത് കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുന്നു. യുഎസും ഇസ്രായേലും നിർണായകമായി ഇറാനിയൻ സൈനിക ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെക്കുന്നത് തുടരുകയും ചെയ്യുന്നു. ഇറാൻ ഹോർമൂസ് കടലെടുക്ക് തടയുന്നത് ഇങ്ങനെ തുടരുകയാണെങ്കിൽ ആക്രമണങ്ങൾ ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. മേഖലയിലെ എല്ലാ യുഎസ് താവളങ്ങളെയും ഇറാൻ ലക്ഷ്യമിടുന്നു. ശത്രുക്കൾ എവിടെയായിരുന്നാലും അവർ എല്ലാവരെയും ലക്ഷ്യമിടുന്നതായി ഇറാൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഹോർമൂസ് കടലെടുക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശത്രുക്കൾക്ക് മാത്രമേ ഇറാൻ അത് അടച്ചിട്ടുള്ളൂ എന്നാണ് ഇറാന്റെ വാദം. അതേസമയം സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി അയൽക്കാരുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും സഹകരിക്കാൻ തയ്യാറാണെന്നും ഇറാൻ പറയുന്നുണ്ട്. 1979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവ കാലത്ത് യുഎസിൽ വ്യോമസേന പരിശീലനത്തിലായിരുന്ന പഹൽവി ഇറാൻ ഭരണകൂടത്തെ പതിവായി വിമർശിക്കുകയും അധികാരമാറ്റത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ്. യുഎസ് ആക്രമണങ്ങളെ അദ്ദേഹം എപ്പോഴും പിന്തുണയ്ക്കാറുമുണ്ട്. ഭരണമാറ്റത്തിന് ശേഷം തനിക്ക് രാജ്യത്തേക്ക് മടങ്ങി വരണം എന്നതിനെക്കുറിച്ചുള്ള ആ ഒരു താല്പര്യവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. നിരവധി യുഎസ് നഗരങ്ങളിലും ജർമ്മനിയിലെ മ്യൂണിക്കിലും രാജവാഴ്ചയെ അനുകൂലിക്കുന്ന ചില റാലികൾ സംഘടിപ്പിച്ചതിന് ശേഷമാണ് കൂടുതൽ ശക്തമായി അദ്ദേഹം അമേരിക്കയെ സപ്പോർട്ട് ചെയ്യാനും ഒപ്പം ഇറാനെതിരെയുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താനും തുടങ്ങിയത്. എന്തായാലും ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് അല്ല എന്ന പഹൽവിയുടെ ഈ പരാമർശം കൂടുതൽ ഇറാനിലെ ഈ ഒരു ഭരണകൂടത്തെ, ഇപ്പോഴുള്ള ഭരണകൂടത്തെ എതിർക്കുന്നവർക്ക് കൂടി ഒരു പ്രചോദനം ആയിരിക്കുകയാണ്. എന്തായാലും അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേർ ഇറാനിലുണ്ട് എന്ന വാർത്തകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ റസ പഹൽവിയുടെ ഈ ഒരു പരാമർശം വളരെയധികം ശ്രദ്ധേയമാവുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.